വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 23-ാമത് വാക്യം. മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിന് അവനിൽ അധികം ദൃഷ്ടി വെപ്പാൻ ആവശ്യമില്ല എന്നുള്ള വാക്കാണ്. ഈ വാക്യത്തിൽ ഓർപ്പിക്കുന്നത് ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും എത്തുന്ന ഒരിടമുണ്ട്. അത് ന്യായവിസ്താര സഭയാണ്. അവിടുത്തെ വിസ്താരം കൂടാതെ ആർക്കും മുൻപോട്ട് പോകുവാൻ കഴിയുന്നവരല്ല എന്നുള്ള കാര്യം ആഴമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2 മണ്ഡലങ്ങളിലായി സകല മനുഷ്യരും ന്യായവിസ്താരത്തിന് എത്തേണ്ടി വരുമെന്നും ആ നിലകളിൽ അവർ വിസ്തരിക്കപ്പെടുമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിതം മുൻപോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും അവന് വേണ്ടി വച്ചിരിക്കുന്ന ന്യായവിസ്താര സഭയുടെ മുമ്പിൽ എത്തേണ്ടി വരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത് അതുകൊണ്ടാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് വ്യക്തമായൊരു വിസ്താരം നടത്തേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ അവർ എത്തിപ്പെടേണ്ടവരാണെന്ന് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വേർപെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വിസ്തരിക്കപ്പെടുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുമ്പോൾ 2-ാമത്തെ ഭാഗമുണ്ട്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, പിന്നെ അവയെ കണ്ടില്ല എന്നോർപ്പിക്കുന്ന വാക്കുകളാണ്. ഇവിടെ ഒരു വെള്ള സിംഹാസനമാണ്. മാനസാന്തരപ്പെടാത്ത, ദൈവഭയമില്ലാത്ത, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കാത്ത ആബാലവൃത്തം മനുഷ്യരും വിസ്തരിക്കപ്പെടുന്ന മറ്റൊരിടത്തെക്കുറിച്ചാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. വെള്ള സിംഹാസനത്തിലെ ന്യായവിധി എന്നാണ് ആ ന്യായവിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ, സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ, പ്രായ വ്യത്യാസം കൂടാതെ സകല മനുഷ്യരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ ന്യായം വിസ്തരിക്കപ്പെടാത്ത സകല മനുഷ്യരും വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ ന്യായം വിധിക്കപ്പെടും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യത്തിനുള്ളിൽ നൽകിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു താൽക്കാലിക ജീവിതത്തിനായി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന നാം എല്ലാവരും
ന്യായവിസ്താര സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട്, ദൈവവചനത്തെ ഭയപ്പെട്ട്, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ ജീവിക്കുന്നവരുമായി തീരേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾക്കൊരു ന്യായവിധിയുടെ ദിവസമുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾക്ക് തിന്മ ചെയ്യുന്നവരായിട്ടല്ല, നന്മ ചെയ്യുന്നവരായി ഓരോ ദിവസങ്ങളും ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനത്തെ അനുസരിച്ച് ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.